തിരികെ ചർച്ചയിലേക്ക് ശ്രീ PR ശിവശങ്കർ, ഇവിടെ കേന്ദ്ര വിഹിതത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് സംസ്ഥാന സർക്കാർ. അതുമാത്രമല്ല, കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് പറയാം. യഥാർത്ഥ ധനവിനിയോഗത്തിലെ അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റിലെ പാളിച്ചകളൊക്കെ അവർ മറച്ചു വയ്ക്കുകയാണ്. ധൂർത്ത അധിക ചിലവുകളൊക്കെ അവർ മറച്ചു വയ്ക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ധനകാര്യ ഫെഡറലിസം എന്നുള്ളതിനെ കേന്ദ്രം തകർക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് സംസ്ഥാനത്തിന് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് കാര്യങ്ങൾ എന്നുള്ള ആരോപണത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ധോണി, എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യ ഭാഗം പറഞ്ഞാൽ ഇപ്പൊ ഈ ധനകാര്യ കമ്മി എന്നുള്ള കാര്യം പറഞ്ഞാല് മറ്റു വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യ ഭാഗം അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ധനകാര്യ കമ്മീഷൻ, ധനകാര്യ കെടുതി അല്ലെങ്കിൽ കേന്ദ്രം തകർക്കുന്നു എന്ന് പറയുന്നത് തൊട്ടിട്ട് ഞാൻ തുടങ്ങാം. കാരണം നമുക്കറിയാം, കേന്ദ്ര സർക്കാർ കേരളത്തിനെ ഞെരുക്കുന്നു എന്ന് പറയുന്നത് സാമ്പത്തിക വിഷയത്തിൽ മാത്രമാണ്. അല്ലാതെ ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഒരു ആരോഗ്യ വിഷയത്തിൽ, അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധിയായ അവാർഡ് കൊടുക്കുന്ന വിഷയത്തിൽ, അതുപോലെ അല്ലെങ്കിൽ കാഴ്ച പരിമിതർക്ക് നൽകിയ സേവനത്തിന്റെ കാര്യത്തിൽ, നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ, ഇതെല്ലാം അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ, ഇതെല്ലാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ആവശ്യത്തിലധികം സഹായിച്ചു എന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും. അത് കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിൽ സുധാകരൻ അടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിതിൻ ഗഡ്കരി എല്ലാം ഞങ്ങൾ ചോദിച്ചതിന് കൂടുതൽ പണം തന്നു. അത് ശ്രീ ഉമ്മൻചാണ്ടിയും നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോ പണം ഒഴിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും, ഇപ്പോ നാഷണൽ NIM, നാഷണൽ ആയുഷ് മെഷീന്റെ കാര്യത്തിലാണെങ്കിലും, NHA കാര്യത്തിലാണെങ്കിലും, അപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ദേശീയ ഒരു ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് തന്നെ ധാരാളം പണം കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്. അപ്പോ ചോദിച്ച പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവർ പറയുന്ന ഏക കംപ്ലൈന്റ്. ഈ പണം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ധൂർത്ത് ഉള്ള ഒരു മകന് നമ്മള് ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസവും എല്ലാം കൊടുക്കുന്നു, പക്ഷെ അവന് പണം കൊടുത്താൽ അവൻ ധൂർത്ത് ചെലവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നതുകൊണ്ട് സംസ്ഥാനത്തെ ഗവൺമെന്റ് കൊടുക്കില്ല, പക്ഷെ മലയാളികൾക്ക് കിട്ടാതിരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മലയാളികൾക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിലേക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് പിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കൃത്യമായി ഇവിടെ വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം കൊണ്ട് MGNRI പദ്ധതിക്ക് വേണ്ടിയിട്ട് 16,000 കോടി രൂപ ഈ കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കി നൽകിയിട്ടുണ്ട്. സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്, ഉച്ചഭക്ഷണ പദ്ധതിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ GST വരുമാനത്തില് ഡെഫിസിറ്റ് വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ 1,80,000 കോടി എന്നുള്ള ഒരു ഡെഫിസിറ്റ് ഗ്രാന്റിൽ നിന്ന് 53,000 കോടി രൂപ, അതായത് 16 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട 1,80,000 കോടി രൂപയിൽ നിന്ന് 53,000 കോടി, ഏതാണ്ട് 29.97% തുക സംസ്ഥാനത്തിന്, കേരള സർക്കാരിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും സംസ്ഥാന സർക്കാരിന് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ചില മാനദണ്ഡത്തിന്റെ ഭാഗമായിരുന്നു എന്നവർ അംഗീകരിക്കുന്നുണ്ട്. ആ പണമെല്ലാം കൃത്യമായിട്ട് മേടിച്ചിട്ടുമുണ്ട്. ഒരു പൈസക്ക് ഇതുവരെ കുറവ് വന്നിട്ടില്ല, കിട്ടാതെ ഇല്ല. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാരിന് ചിറ്റപ്പ നയം ഇല്ല എന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ ഈ ബഡ്ജറ്റ്, ഈ GST ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ അന്ന് കുറച്ച് കാണിക്കാമായിരുന്നു. ആ മാനദണ്ഡങ്ങൾ വ്യത്യാസം ഉണ്ടാക്കാമായിരുന്നു. അന്ന് BJP സർക്കാരുകൾക്ക് ഇത്രയേറെ കൊടുത്തിട്ടില്ല. 16 സംസ്ഥാനങ്ങളിൽ, UP അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ 10-1, ഇതിന്റെ 5 ഇരട്ടി, ഒരു 6 ഇരട്ടിയോളം ജനസംഖ്യയുള്ള UP അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ ഒരു 10-1 പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തോട് ചിറ്റമ്മ നയം കാണിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായ സാമ്പത്തിക നയം കാണിക്കുന്നു, പണഞെരുക്കമുണ്ടാക്കുന്നു എന്നുള്ള വാദമുഖം ശരിയല്ല. 2 കാര്യങ്ങൾ: ഒന്ന്, സംസ്ഥാന സർക്കാരിനല്ല, നേരിട്ട് ജനങ്ങൾക്ക് ധാരാളം പണം നൽകുന്നുണ്ട്. 2, സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പണം നൽകുന്നുണ്ട്. ഈ മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും സൂചിപ്പിച്ച ഒരു കാര്യം, നരേന്ദ്രമോദി അന്ന് അധികാരത്തിലിരുന്നപ്പോൾ 50% ആവശ്യപ്പെട്ടു, ഇപ്പോഴെന്തുകൊണ്ട് കുറച്ച് കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ് രണ്ടുപേരും പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന് പണ്ട് 3.8%, ഇപ്പൊ ഏതാണ്ട് 2%, 1.925% ആണ് ഷെയർ എന്നുള്ളതും പറയുന്നുണ്ട്. സത്യത്തില് ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി 1971 ജനസംഖ്യ പ്രമാണിച്ചും, അതല്ലെങ്കിൽ അതിനുശേഷം 2021 പുതിയ ജനസംഖ്യ അനുപാതം അനുസരിച്ചിട്ടും മറ്റു ചില തീരുമാനങ്ങൾ അനുസരിച്ചിട്ടും ഉണ്ടാക്കിയ 26 സംസ്ഥാനങ്ങളിൽ 25 പേരും അംഗീകരിച്ചെടുത്ത ഫോർമുല അനുസരിച്ചിട്ടാണ്. അതല്ലേ ഫെഡറലിസം, അതല്ലേ ജനാധിപത്യം. അപ്പൊ ഇത്തരത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യത്തിലെ എല്ലാ സഖ്യകക്ഷികളും അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റുകളും അംഗീകരിച്ച ഒരു മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം, അല്ലെങ്കിൽ സാമ്പത്തിക സിസ്റ്റം പ്രകാരം ഈ പണം നൽകുമ്പോൾ അതിൽ ഞങ്ങൾക്ക് മാത്രം കുറവ് എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് അംഗീകരിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം പറയുന്നത് തെറ്റായ നടപടിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് 45% വരുന്നത് എറണാകുളത്ത് നിന്നാണ് സാമ്പത്തിക വരുമാനം വരുന്നത്. അതുകൊണ്ട് എറണാകുളം ജില്ലക്കാർ പറയാണ് 40% ഞങ്ങൾക്ക് എറണാകുളത്ത് തന്നെ വേണം, അത് അട്ടപ്പാടിയിലേക്കും അതുപോലെ പാലക്കാടേക്കും കൊടുക്കരുത്.
എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ നടക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥ സന്തുലനം ചെയ്തുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറയേണ്ടത് കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക്, കാരണം ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണല്ലോ, ഇത് കേരളമാണ്, ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, ഇവിടെ പട്ടിണിയില്ല. നിങ്ങൾ സംയുക്ത കമ്മിറ്റി പ്രകാരം ഇവിടെ 10% പോലും ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് കമ്മിറ്റി കണ്ടെത്തിയ റിപ്പോർട്ടുള്ള സംസ്ഥാനമാണത്. അപ്പൊ ഇവിടെ ദാരിദ്ര്യമില്ലെങ്കിലും ഇവർക്ക് അരി വേണം, 50% പേർക്ക് അരി വേണം. സ്കൂൾ കുട്ടികൾക്ക് മുഴുവൻ പേർക്കും സ്കൂളിലേക്ക് അവിടെ ഉച്ചക്കഞ്ഞിക്ക് അരി മേടിക്കും, അതിവിടെ മറച്ചു വെക്കും. അപ്പൊ ഇത്തരത്തില് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയുകയും സത്യത്തിൽ നിങ്ങൾ ദരിദ്രരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണം കടം വാങ്ങിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ശരിയാവില്ല. ഒന്നല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങളുടെ ഇത്തരത്തെ ഒരു ഭരണം കൊണ്ട് ഞങ്ങൾ ദരിദ്രരായി, ഈ മലയാളികളെ ഞങ്ങൾ ദരിദ്രരാക്കി, ഞങ്ങൾക്ക് കൂടുതൽ പണം വേണം, ഞങ്ങൾ UP-യേക്കാൾ ദരിദ്രാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാൻഡേർഡുകൾ ഞങ്ങൾക്ക് കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്, അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി കുറവാണ്, ഇതുകൊണ്ട് പണം വേണമെന്ന് പറയണം. ഇതെല്ലാം ശരിയാണ്, ഞങ്ങൾ ആർക്കും പണം കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് മെന്റാലിറ്റി അല്ല, ആധുനിക ജനാധിപത്യ ബോധത്തിനോ മാനുഷിക ബോധത്തിനോ ചേർന്ന ഏർപ്പാടല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് അടുത്തത് പറയാനുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് നേതാവിന്റെ ജോർജിന്റെ ഒരു ഇതാണ്. കേന്ദ്ര സർക്കാർ പണം കടം മേടിച്ചപ്പോൾ അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടാക്കിയപ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളത് അദ്ദേഹം RBIയുടെ കണക്ക് പ്രകാരം പറയേണ്ടതാണ്. സത്യത്തിന് കഴിഞ്ഞ 15-20 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴും ഒരു 75-നും 82-നും ഇടയ്ക്കുള്ള പെർസെന്റേജ് GDP-യുടെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. ഏതാണ്ട് അത്രയൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് ഏറ്റവും പ്രധാനം കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഏതാണ്ട് 8%, 9% ഗ്രോത്ത് പെട്ടെന്നുണ്ടായിട്ടും അതിനുശേഷമുള്ള 2 വർഷവും അത് കുറച്ചുകൊണ്ട് 82% കൊണ്ടേ നിർത്തിയിട്ടുണ്ട് ആ എക്സ്റ്റേണൽ ഗ്രോത്ത് ഡെപ്റ്റും അതുപോലെ തന്നെ ഇന്റേണൽ ഡെപ്റ്റും. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതെല്ലാം അവിടെ അസറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കടം മേടിച്ചത് അത് നാഷണൽ ഹൈവേയുടെ അസറ്റ് 1,00,000 കോടിയുടെ മുകളിലായിരിക്കുന്നു. അപ്പൊ അസറ്റ് ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് നടക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിൽ മറ്റു സ്റ്റേറ്റുകളിൽ 36%, 40% എല്ലാം കടബാധ്യത കൂട്ടിയപ്പോഴാണ് സെൻട്രലിന്റെ കടബാധ്യതയും കൂടിയത്. കാരണം ഇറ്റ്സ് എ ഫെഡറൽ സ്റ്റേറ്റ്. അപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോ ബംഗാൾ ആയാലും അതുപോലെ തന്നെ പഞ്ചാബ് ആയാലും കേരളത്തെക്കാൾ കൂടുതൽ കടബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം കേന്ദ്രത്തിന്റെ സഞ്ചിത കടത്തിലേക്ക് വരികയും കേന്ദ്രത്തിന്റെ കടബാധ്യത കൂടുകയും ചെയ്തിട്ടുണ്ട്. അത് സംശയമില്ല. അത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വലിയ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിട്ടുള്ളത്. 2 തവണ പ്രളയം ഉണ്ടായെന്ന് പറയുന്നു. ബീഹാറിലായാലും മധ്യപ്രദേശിലായാലും അതുപോലെ തന്നെ ഇവിടെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിൽ പോലും പല സ്ഥലങ്ങളിലായി 2 തവണ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രൊഡക്ഷന്റെ കുറവുണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഫാക്ടറികൾ നിർത്തിയിട്ടുണ്ട്, കൃഷിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നാച്ചുറൽ കലാമിറ്റികൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര ഫണ്ട് കൊടുക്കുകയും അവിടെയെല്ലാം GDP കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കേന്ദ്രത്തിൽ ഇതുവരെ ഭരിച്ചിരുന്ന സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കൊണ്ട് ഇന്ന് കേന്ദ്രത്തിന്റെ GDP ഗ്രോത്ത് 3.7 ട്രില്യൺ ആണ്. ഏതാണ്ട് 4 ട്രില്യന്റെ അടുത്ത് വളർച്ച വന്നിരിക്കുന്നു. അത് ലോകത്തിലെ ഏതാണ്ട് ഇപ്പൊ പല കണക്കുകൾ സൂചിപ്പിക്കുന്ന 8%, ഏറ്റവും ചെറുതായിട്ട് കൂട്ടുന്ന മോർഗൻ സ്റ്റാൻലി വരെ കൂട്ടിയിരിക്കുന്നത് 6.9%, ഏതാണ്ട് 7% ഗ്രോത്ത് ഇന്ത്യൻ GDP സെക്ടറിൽ ഉണ്ടാകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിന്റെ എക്സ്പോർട്ട്, നമ്മൾ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ നമ്മളാകുന്നു. ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ഇപ്പോ 2 രാജ്യങ്ങൾ കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും കൂടുതൽ ആയുധം നിർമ്മിക്കുന്ന വിദേശത്തേക്ക് അയക്കുന്ന ഫാക്ടറി ആകുന്നു. ഇത്തരത്തില് നമ്മളുടെ ഇന്ത്യ ബിക്കം എ മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റോട് കൂടിയിട്ട് ഒരു ലോകത്തിന്റെ ഇൻഡസ്ട്രിയൽ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇവിടെ പറഞ്ഞത് GDP കേരളത്തിൽ വർദ്ധിച്ചു എന്നുള്ളത്. കേന്ദ്രത്തിലും വർദ്ധിച്ചു. അതുകൊണ്ടാണ് അതേ സംസ്കാരമുള്ളത് കൊണ്ടാണ്, അതേ രാജ്യത്തിന്റെ പാത കൊണ്ടാണ്. നമുക്കറിയാം മറ്റു പല കാര്യത്തിലും കേരളത്തിൽ നിന്ന് റബ്ബറിന്റെ ആയാലും അതുപോലെ തന്നെ പല ടെക്നോളജി ആയാലും എന്റർപ്രൈസും മുദ്രാ ലോണും വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും പല പ്രൊഡക്റ്റുകളും ചന്ദ്രയാനിലേക്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിന്റെ GDP കൂടിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷെ കേന്ദ്രത്തിന്റെയും കൂടിയതുകൊണ്ടാണ്, അല്ലാണ്ട് കേരളത്തിന്റെ മാത്രം ഗുണം കൊണ്ടല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. താങ്കളിലേക്ക് എത്താൻ ശ്രീ PR ശിവശങ്കർ, ശ്രീ BA പ്രകാശിന് ഇപ്പോൾ 8:30 തന്നെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു ചോദ്യം കൂടി ശ്രീ BA പ്രകാശ്. അതായത് ഇപ്പോൾ നികുതി വരുമാനം വല്ലാതെ കുറഞ്ഞു, ചിലവ് കൂടി എന്നാണല്ലോ പറയുന്നത്. ഈ നികുതി വരുമാനം എങ്ങനെയാണ് കുറയുന്നത്? കൃത്യമായ കാര്യക്ഷമമായ പിരിച്ചെടുക്കൽ നടക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. ഇത് കേരളത്തിന്റെ മാത്രം ഒരു ബാധ്യതയായി മാറുകയാണോ ഈ നികുതി വരുമാനം ഇങ്ങനെ കുത്തനെ കുറഞ്ഞത്?
അല്ല, ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ നികുതി വരുമാനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഞാനീ പറഞ്ഞത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി, ഇപ്പോഴത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിലുള്ള ഒരു വസ്തുതയാണെന്ന് ഒരു പത്രം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സർക്കാരാണ് പറയേണ്ടത്. അപ്പോൾ സർക്കാർ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിലപാട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മുടെ കേരളത്തിലെ ഈ പൊതുവിൽ ഈ നികുതി പിരിവ് അത്ര ഒരു താല്പര്യമുള്ള ഒരു സബ്ജക്റ്റായിട്ട് പിന്നീട് പൊതുവിൽ സർക്കാരും ലോക്കൽ ഗവൺമെൻറ്റ്സ് ഒന്നും കാണാറില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ ധനകാര്യ കമ്മീഷനിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട്, അതായത് 20 വർഷമായിട്ട് ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ തനത് നികുതികൾ, ഫീസുകൾ, ടാക്സുകൾ, റെൻറ്റ്, ഇതുപോലുള്ള പല ഐറ്റം, അതായത് ലോക്കൽ ഗവൺമെൻറ്റ്സ് പിരിച്ചെടുക്കുന്ന, അവർ സ്വന്തമായിട്ട് പിരിച്ചെടുക്കുന്ന ഐറ്റംസ് 20 വർഷമായിട്ട്, പ്രോപ്പർട്ടി ടാക്സ് പോലും ഏതാണ്ട് 20 വർഷമായിട്ട് കൂട്ടിയിട്ടില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു കാലഘട്ടത്തിനനുസരിച്ച് കൂട്ടണം എന്ന് പറഞ്ഞ് നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ശുപാർശ കൊടുത്തു. ആദ്യം സർക്കാർ പറഞ്ഞു ഞങ്ങളിതെല്ലാം നടപ്പിലാക്കാൻ പോകുന്നു. 5 വർഷം കഴിഞ്ഞിട്ട് ഒറ്റ ശുപാർശ നടപ്പിലാക്കിയില്ല. നമ്മുടെ നികുതി വരുമാനം പിന്നീട് സംസ്ഥാനം പിരിക്കുന്നതിൻ്റെ ഒരു ചരിത്രമാണ് ഞാനീ പറഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഒരുപക്ഷെ അന്ന് അത്രയും അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയം നികുതിയാണ്, അതിൽ അവരുടെ സ്ഥിതി വളരെ മെച്ചമായേനെ. പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നികുതി പിരിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല. അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് പറയാം, ഞങ്ങൾ നികുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള വോട്ടൊക്കെ പോവില്ലേ, അതുകൊണ്ട് നികുതി എന്നുള്ള സബ്ജക്റ്റ് അവർക്ക് പുറത്ത് പറയാനും താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ നികുതി പിരിവ് അത്ര എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വിമർശനവും ഇല്ല, അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വിമർശനവും ഇല്ല. ശ്രീ അൻവർ ഷാ, ഈ നികുതി പിരിച്ചെടുക്കലിന്റെ കാര്യക്ഷമത ഇല്ലായ്മ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് എന്തിനാണ് അദ്ദേഹം പഴി പറയുന്നത്? മറുപടി പറയാൻ അദ്ദേഹം മറുപടി പറയും. അല്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെ പറ്റി ഞാൻ 270 കോടി രൂപ കിട്ടാനുണ്ട്. അതായത് സംസ്ഥാനത്തിന് കിട്ടാനുള്ള ഒന്നും തരുന്നില്ല. 270 കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷനിൽ കിട്ടാനുണ്ട്. താങ്കൾ അറിഞ്ഞോ? 1300 കോടി രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഈ പറയുന്ന കേരള സർക്കാരിന് കിട്ടാനുണ്ട്. അറിഞ്ഞോ? ഈ കണക്കെല്ലാം കുറെ നാളുകളായിട്ട് ധനകാര്യമന്ത്രി പറയാണ്. അപ്പോ കേന്ദ്രം പറയുന്നത് മാത്രം താങ്കൾക്ക് പുണ്യവാക്കും, കേരളം പറയുന്നത് വിശ്വസിക്കാനും വയ്യ. കേരളത്തിന്റെ പിടിപ്പുകേടാണ്. കേന്ദ്രത്തിന് മുൻപാകെ ഇതൊക്കെ യഥാസമയം നൽകണ്ടേ പേപ്പറുകൾ, എന്നാലല്ലേ കിട്ടുള്ളൂ. ഞാനത് മറുപടി പറയാം. എന്റെ സുഹൃത്തെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. അതായത് ഒരു കാര്യം മനസ്സിലാക്കൂ. അല്ലല്ല, നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. അതായത് കേന്ദ്രത്തിന് എത്ര രൂപ കിട്ടാനുണ്ട്, എന്തുകൊണ്ട് കിട്ടിയില്ല, അതിൻ്റെ പിന്നീട് അത് കളക്ട് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ പ്രൊസീഡിയറൊക്കെ സാറ്റിസ്ഫൈ ചെയ്തോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പിന്നീട് UGC ഇവിടെ നടപ്പിലാക്കി. UGC നടപ്പിലാക്കിയിട്ട് ഏതാണ്ട് 750 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ്? അതായത് UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കിയോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതി അനുസരിച്ചാണോ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്തിനുള്ള ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഒരു കാര്യം കൂടി പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാത്തോണ്ട് ലൈഫ് പദ്ധതിക്ക് വീടിന് പൈസ അനുവദിക്കുന്നില്ല, അതറിയോ? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാത്തത് കൊണ്ട് ലൈഫ് മിഷനിലേക്ക് 80,000 രൂപ കേന്ദ്ര സർക്കാർ തരാനുള്ളത് അനുവദിക്കുന്നില്ല. കഴിഞ്ഞ മാസം കേന്ദ്ര ധനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞതാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് അതൊക്കെ വളരെ ബാലിശമായ വാഗ്വാദങ്ങളാണ്. ഫോട്ടോ വെക്കാത്തത് കൊണ്ട് നൽകിയില്ല എന്നൊക്കെ. കേന്ദ്രം കേരളത്തിൽ എത്ര ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്ന് കണക്കെടുപ്പ് നടത്തുകയല്ലേ രീതി. അതൊന്നുമല്ല, ഇവിടെ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാത്തതിന്റെ കണക്കുകൾ നിർമ്മല സീതാരാമൻ വിശദീകരിച്ചതാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 78,000 കോടി എന്നുള്ളത് കുറഞ്ഞു 4,000 കോടിയിലേക്കൊക്കെ എത്തിയത്. കഴിഞ്ഞ മാസം അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ശ്രീ അൻവർ ഷാ, നിർമ്മല സീതാരാമൻ കുറെ കണക്കുകൾ, ഞങ്ങൾ കേരളത്തിന് ഇത്ര കൊടുത്തു, കേരളത്തിന് ഇത്ര ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015 ഞങ്ങൾ കേരളത്തിന് ഇത്ര കൊടുത്തു, 2016 ഇത്ര കോടി രൂപ കൊടുത്തു, 2017 ഇത്ര കൊടുത്തു. പക്ഷെ
കേരളത്തിൽ നിന്ന് എത്ര പിരിച്ചെന്ന് എന്തേ ധനകാര്യമന്ത്രി പറയാത്തെ? ഇപ്പൊ കൊടുത്തത് മാത്രം പറയുന്നത് ഈ പറയുന്ന കേരളത്തിലുള്ള ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഇനിയും അർഹതപ്പെട്ട പൈസയുണ്ട്, അത് തരുന്നില്ല. അതോടൊപ്പം തന്നെ കടമെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനം പറയുമ്പോ ഇവിടെ ഈ പറയുന്ന ഡോക്ടർ BA പ്രകാശ് സാറിന് കൃത്യമായിട്ട് കേരളത്തോട് ചെയ്യുന്ന അനീതിയെ പറ്റി പറയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് നാളെ എന്തെങ്കിലും കിട്ടണോ ഇരിക്കും കേന്ദ്രത്തിൽ നിന്ന്, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് വാ തുറക്കാത്തത്. അപ്പോ ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തോടുള്ള വിമർശനം മാത്രമാണ്. നിങ്ങൾ പറയുന്നത് ഞാനിവിടെ വന്ന് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തോ എനിക്ക് കിട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ കേന്ദ്രത്തിന് സ്തുതി പാടുന്നു എന്നാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൽ അർത്ഥം? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഈ മേഖലയിൽ ഇവിടുത്തെ കേരളത്തിൽ ഞാനൊരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം 48 വർഷമായി. പറഞ്ഞ് മനസ്സിലായി, 48 വർഷമായിട്ട് ഈ രംഗത്തുള്ള ഒരാളാണ്, അല്ലാതെ ഇന്നലെ ഇന്നും കുരുത്ത ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുതയുടെ വെളിച്ചത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കണക്ക് വസ്തുതകൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാനിവിടെ പറഞ്ഞ കണക്കുകൾ വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അല്ലല്ല, നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇപ്പൊ ഉടനെ കിട്ടും, അതുകൊണ്ട് മേടിച്ചു കളയാം, അതായിരിക്കും നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നുമല്ല. എനിക്ക് തന്റെ ഉള്ളത് ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് പറയാനുള്ള എവിടെയും പറഞ്ഞിട്ട് തന്നെ പോകും. അത് ഇവിടെ മാത്രമല്ല, നോക്കൂ, നിങ്ങൾ എന്റെ ചരിത്രം എടുത്ത് നോക്കൂ. അപ്പൊ ഞാനിവിടെ ഇപ്പോ ഇത് തുടങ്ങിയ കാലത്ത് നിങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അത് മനസ്സിലാക്കൂ. ഞാൻ ആരാളും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അല്ല, ചുമ്മാ ഇങ്ങനെ ഈ നിങ്ങൾ ഈ കുഞ്ഞിലായിട്ടൊന്നും എന്നോട് കാണിക്കണ്ട കേട്ടോ, മനസ്സിലായില്ലേ? അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക മേഖലയിലുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ്. സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലോടൊന്നും കൂടി വന്നതല്ല. അത് മാത്രമല്ല, താങ്കളുടെ ആ പരാമർശം ഖേദകരവുമാണ്. താങ്കളുടെ താങ്കളുടെ പരാമർശം ഖേദകരമാണ്. പ്രശ്നം ഇവിടെ കേരളത്തിനെ പറ്റി ഞാൻ ഒരു 5 പുസ്തകം കഴിഞ്ഞ 30 വർഷം കൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. ശരി, കേരളത്തിനെ പറ്റി പഠിപ്പിക്കുന്നത്. ശ്രീ ജിൻഡോ ജോൺ, എന്തായാലും മാറി മാറി വരുന്ന സർക്കാരുകളെ ഇങ്ങനെ പഴിപറയാതെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാകണം ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി ഇപ്പോൾ പിണറായി സർക്കാർ ഏത് രീതിയിലുള്ള നയമായിരിക്കും സംസ്ഥാന ബജറ്റിൽ കൈക്കൊള്ളുക എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന നിലയിലേക്ക്, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ മുടക്കം വരുന്നു, സപ്ലൈകോ മാർക്കറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, റേഷൻ കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു, ഉച്ചഭക്ഷണം, ഉച്ചക്കഞ്ഞി വിതരണം പാടെ നിലയ്ക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി സാമ്പത്തിക സ്ഥിതി മാറുമ്പോഴാണ് യഥാർത്ഥ മുഖം വെളിവാകുന്നത്. രോഹിണി, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കും. ഞാൻ ഈ ബഹുമാനായ BA പ്രകാശ് സാറിൻ്റെ പുസ്തകങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെ വലിപ്പവും മഹത്വവും അറിയാതെ വിമർശിക്കുന്നത് ശരിയല്ല. അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് UDF-നെയും LDF-നെയും ഒരേപോലെയാണ് അദ്ദേഹം വിമർശിച്ചത്. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ കുറേ സത്യങ്ങളുണ്ട് താനും. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ ഞങ്ങളെ തന്നെയാണ്, ഞങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഇകഴ്ത്തി കാണിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് LDF-ന്റെ പ്രതിനിധി അൻവർ ഷാ പാലോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം തുടങ്ങിയത് തന്നെ കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന. എങ്കിൽ താങ്കൾ അൻവർ ഷാ പാലോട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അതൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം, നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറയണം. താങ്കൾ LDF-നെ പ്രതിനിധീകരിച്ചാണ് വരുന്നതെങ്കിൽ LDF എന്താണ് പറയുന്നത് കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വേണം സംസാരിക്കാൻ. രണ്ടാമത്, താങ്കൾ പറയുന്നത് കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, കിഫ്ബിയിലെയും അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിന്റെയും കടമൊക്കെ പൊതുകടമായിട്ട് കൂട്ടുന്നു എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ കിഫ്ബിയുടെ സോവറിൻ ഗ്യാരണ്ടി ആരാ? സംസ്ഥാന സർക്കാരല്ലേ? ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ KSIDC
KTDFCയുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായത്. അവിടെ നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ കേരളത്തിലെ 4 KSRTC സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായില്ലേ? കോടതിയിൽ നിന്ന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആരാണ് ഈ കിഫ്ബിയുടെ സോവറിംഗ് ഗ്യാരണ്ടി? നിങ്ങൾ ഈ കിഫ്ബി തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ പ്രതിപക്ഷം ഒരേപോലെ പറഞ്ഞാണ് ഇത് ഓഫ് ബജറ്റ് ബോറോയിങ് ആണെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെ വരും. അതുകൊണ്ട് ഈ കടത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. ആരാ അടയ്ക്കേണ്ടത്? ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു കടം എടുക്കേണ്ട, അപ്പൊ എന്റെ പേരിൽ എടുക്കാതെ ഭാര്യയുടെ പേരിൽ എടുത്തത് അത് ഭാര്യയുടെ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഈ കിഫ്ബി അത് തന്നെയാണ്. എന്തിനു വേണ്ടി എടുക്കുന്നത്? കേരളത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ സോവറിൻ ഗ്യാരണ്ടി ആരാണോ അവർ ഇതിന് ഉത്തരവാദിയാണ്. അതുകൊണ്ടാണ് ഇത് കേരളത്തിന്റെ പൊതുകടത്തിൽ പെടുന്നത്. അത് തന്നെയാണ് പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പിണറായി വിജയനും തോമസ് ഐസക്കും വരുന്നതിന് മുമ്പ് കേരളത്തിലെമ്പാടും വികസന പ്രവർത്തനം നടന്നത് കിഫ്ബി ഉണ്ടായിട്ടാണോ? ഈ കിഫ്ബി എന്ന് പറഞ്ഞ നിങ്ങളുടെ ആശയത്തിന് മുമ്പ് കേരളത്തിൽ എങ്ങും പാലം പണിതിട്ടില്ലേ? എങ്ങും റോഡ് പണിതിട്ടില്ലേ? വൻകിട കെട്ടിടങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? ഇവിടെ എയർപോർട്ട് വന്നിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ഈ കിഫ്ബി കൊണ്ടുവന്ന് ഈ ആളുകളെ പറ്റിക്കാൻ നോക്കരുത്. ഇതിന്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണെന്ന് കൂടി നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അടുത്തത് നിങ്ങൾ പറയുന്നത് ഈ കിഫ്ബി എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കുന്ന ആരാ? അതൊന്ന് അൻവർ ഷാ പറഞ്ഞേ. ഈ ലോൺ തിരിച്ചടയ്ക്കുന്ന ആളാണ് ഇതിന്റെ ഗ്യാരണ്ടി. ആ ആളെന്ന് പറഞ്ഞാൽ കേരള സർക്കാരാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായിട്ട് ഇത് പെടുത്തുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. അടുത്ത താങ്കൾ പറയുന്ന 3500 കോടി രൂപ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്ന്, അത് സമ്മതിക്കണം എന്ന്. ഈ 3500 കോടി രൂപ നിങ്ങൾക്ക് നാളെ കിട്ടിയാൽ കേരളത്തിന്റെ മുഴുവൻ പ്രതിസന്ധിയും തീരുവോ? കഴിഞ്ഞ മാസത്തെ KSRTC ഡ്രൈവർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശമ്പളം ഈ 20-ാം തീയതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്, 2 ഗഡുക്കളായിട്ട്. അത് കൊടുക്കാതെ അത് ഇന്ന് കൊടുക്കുമെന്നാണ് ഇന്ന് നിങ്ങളുടെ സർക്കാർ പറയുന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി കൊടുക്കേണ്ടത് ഇത് കഴിഞ്ഞ മാസം കൊടുക്കേണ്ടിയിരുന്നത്, കഴിഞ്ഞ മാസം 1-ാം തീയതി കൊടുക്കേണ്ടിരുന്നത് 20-ാം തീയതിക്കുള്ളിൽ കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു. അത് ഇതേവരെ കൊടുത്തില്ല, ഇന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് നിങ്ങൾ പറയുന്നത് 3500 കോടി രൂപ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനെന്ന്. നിങ്ങൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2, നിങ്ങൾ പറയുന്ന സംസ്ഥാനം മുഴുവൻ കിട്ടാനുള്ള നികുതിയും പിടിച്ചെടുക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപ, ഏറ്റവും കുറഞ്ഞത് 8000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഇനി അദ്ദേഹം ഉത്തരം നൽകുമെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരും. അദ്ദേഹം പറഞ്ഞതിനൊക്കെ മറുപടി കേൾക്കാതെ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്തു എന്ന് പറയുന്ന ഏകദേശം 8000-ഓളം കോടി രൂപ 8,000-ഓളം കോടി രൂപ സ്വർണത്തിൽ നിന്ന് ടാക്സിൽ നിന്ന് ഏകദേശം നമുക്ക് പിരിച്ചെടുക്കാൻ കിട്ടും. അതുപോലെ ബാറുകളിൽ നിന്നുള്ളത്, കോറികളിൽ നിന്നുള്ളത്. കോറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ രോഹിണി. സംസ്ഥാനത്ത് കോറികൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്നു, നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നു. ഒരു ലോറി ഇവർ പിടിച്ചിട്ട് 52,000 രൂപ മുതൽ 70,000 രൂപ വരെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പോലീസും ഒക്കെ ചാർജ് ചെയ്യുന്നു. ഒരു ലോറിക്കാരൻ ഒരു മാസം ഓടിയാൽ കിട്ടില്ല അത്രയും രൂപ, അയാൾക്ക് എല്ലാ ചെലവും കഴിഞ്ഞിട്ട്. അത്രത്തോളം ഈ നടത്തുന്ന സംരംഭം മുഴുവൻ കുത്തി പിഴിഞ്ഞുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇവിടെ നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. പി രാജീവ് എന്ന് പറഞ്ഞ മന്ത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ദാസ് ക്യാപിറ്റൽ എഴുതിയ കാൾ മാർക്സിനും എംഗൽസിനും പറഞ്ഞാൽ പോലും പറയാൻ തിരിയാത്ത തരത്തിലുള്ള ആദർശങ്ങൾ അദ്ദേഹം ഈ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ഇവർ എന്ത് ഇവിടെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അടുത്ത് ഇവർ പറയുന്നത് ടാക്സ് പിരിച്ചെടുത്തു എന്നാ. നമ്മൾ മനസ്സിലാക്കുന്ന 28,270 കോടി രൂപ ഇനിയും ടാക്സ് പിരിച്ചെടുക്കാൻ കിടക്കുന്നു. ഇത് പിരിച്ചെടുക്കണ്ടേ? ഇത് പിരിച്ചെടുക്കാതെ ഈ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന 1,60,000 കോടി രൂപ അത് ഉമ്മൻചാണ്ടി മാത്രം മേടിച്ചെടുത്തല്ല. 1957 മുതൽ 2016 വരെ കേരളത്തിന്റെ മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് എടുത്ത പണമാണ് ആ 1,62,000 കോടി രൂപ. അത് പിണറായി സർക്കാരിന്റെ കാലത്ത് 8 വർഷം കൊണ്ട്, കേവലം 8 വർഷം കൊണ്ട് 4,00,000-ലധികം കോടി രൂപയായിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പറയണ്ടേ? എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് കൂടി പറയണ്ടേ? അടുത്തത് അദ്ദേഹം പറഞ്ഞു പോയത് GDP-യുടെ റേഷ്യോ കൂടി, അപ്പോൾ കടം കൂടുമെന്ന. എന്റെ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൽ ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല, പക്ഷേ GDP വർദ്ധിക്കുന്നതിനനുസരിച്ച് കടം കൂടുമെന്ന് പറയുന്ന ആദ്യത്തെ ആളാണ് അൻവർ ഷാ പാലോട്. അത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറ്റുമെങ്കിൽ തോമസ് ഐസക്കിനോടെങ്കിലും പോയി അദ്ദേഹം ഒന്ന് പഠിക്കേണ്ടതാണ്. അടുത്ത അദ്ദേഹം പറയുന്ന പെൻഷൻ കൊടുത്തു, ലൈഫ് മിഷൻ കൊണ്ടുവന്ന പെൻഷൻ 5 മാസമായിട്ട് പെൻഡിംഗ് ആണ്. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി കത്തെഴുതിക്കൊണ്ട് ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത കേരളത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെല്ല് ഏറ്റെടുത്തതിന്റെ പണം കൊടുക്കാതെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നത്. ലൈഫ് മിഷനെ കുറിച്ച് അദ്ദേഹം വലിയ അഭിമാനത്തോടെ പറയുന്നത്, ലൈഫ് മിഷൻ വീടുകളിൽ പേര് വെച്ചില്ല, നരേന്ദ്രമോദിയുടെ പേര് വെച്ചില്ലെന്ന്. DYFI കൊടുക്കുന്ന പൊതിച്ചോറിന്റെ പേരെ DYFIയുടെ ബ്രാഞ്ചും ഏരിയയും ലോക്കൽ വരെ എഴുതുന്ന ആളുകളാ നരേന്ദ്രമോദി പേര് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്, പണം വെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ നാണമാവില്ല ഇത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ പറയാൻ. 717 കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ ലൈഫ് മിഷന് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ കേവലം 18 കോടി രൂപ മാത്രമേ കൊടുത്തേ. 1,26,000 വീടുകൾക്ക്, ലൈഫ് മിഷനിൽ അനുവദിച്ച വീടുകൾക്ക് മേൽക്കൂര ഇല്ലാതെ കേരളത്തിൽ കിടക്കുന്നുണ്ട്. അവിടെയാണ്
എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിന് 42 ലക്ഷം രൂപ അനുവദിക്കുന്നത്? ആ തൊഴുത്തിലെ പശു ഇടുന്ന ചാണകത്തിന്റെ കുഴിക്ക് 3,72,000 രൂപ അനുവദിക്കുന്നതും ഇതേ മുഖ്യമന്ത്രിയുടെ സർക്കാരാണ്. ഇവരുടെ പ്രയോറിറ്റി ഏതാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ട രോഹിണി. അവിടെയാണ് നമ്മുടെ തർക്കം. ഇവര് പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഈ 14 ലക്ഷം പേർക്ക് 300 രൂപ വെച്ച് പെൻഷൻ കൊടുത്തിരുന്ന VS അച്യുതാനന്ദന്റെ കാലത്ത് നിന്ന് അത് 500, 600, 800 രൂപയായിട്ട് അതിൽ 80 വയസ്സിന് മേലുള്ള ആളുകൾക്ക് 1100, 1200 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ പരിഷ്കരിച്ചു കൊണ്ടുപോയി. അന്ന് ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കൊപ്പം വികലാംഗ പെൻഷൻ കിട്ടുന്നവരുടെ ഒപ്പം തന്നെ മറ്റ് ക്ഷേമനിധി പെൻഷനുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഏകീകരിച്ചുകൊണ്ട് തോമസ് ഐസക്കിന്റെ കാലത്ത് മുഴുവൻ പെൻഷനുകളും ഏകീകരിച്ചുകൊണ്ട് കൊടുത്ത കഥയെക്കുറിച്ച് ഇവർ പറയുന്നത്. കഥ എന്തുമെങ്കിലും ആയിക്കോട്ടെ, ഇവർ ഇനി പരിഷ്കരിച്ച് 2500, 3000 രൂപയായിട്ടൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇവരത് കൊടുക്കട്ടെ. ഇവർ കൊടുക്കുന്ന നാട്ടുകാർക്കല്ല കിട്ടുന്ന, ആളുകൾക്ക് കിട്ടട്ടെ. ഒരു പണിയും ചെയ്യാത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1,72 ലക്ഷം രൂപ മാസപ്പടി കൊടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് മാസം 1,600 രൂപ കൊടുക്കുന്നത് തങ്ങളുടെ മേന്മയാണെന്ന് പറയുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. 5 മാസക്കാലമായിട്ട് ഉച്ചക്കഞ്ഞിക്ക് കുട്ടികൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം വേണ്ടെന്ന് പറഞ്ഞ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് 5 സ്റ്റാർ ഹോട്ടൽ സമാനമായിട്ടുള്ള സ്കൂളുകളാണ് കേരളത്തിൽ ഞങ്ങൾ പണിതു വെച്ചതെന്ന്. ഇനി അവസാനം അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആരോപണമാണ് ഏറ്റവും രസകരം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? കൊളോക്കിയലായിട്ട് പറഞ്ഞ വേറെ പലതും പറയേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ് സമ്പത്ത് എന്ന് പറഞ്ഞ മുൻ MP പെൻഷൻ കിട്ടുന്ന മുൻ MBA കോവിഡ് പ്രളയത്തിന് ശേഷം അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളം അനുഭവിക്കുമ്പോൾ 21,30,000-ലധികം രൂപ ഓണറേറിയവും മറ്റു സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിനുശേഷം KV തോമസിനെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചില്ലേ? വേണു രാജാമണിയെ പ്രതിഷ്ഠിച്ചില്ലേ? ഈ 3 ആളുകളെ പ്രതിഷ്ഠിച്ചതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ലൈസൻ വർക്ക് നടത്തി ഒന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ 3 പേർക്കും കൊടുത്തിട്ടുള്ള പൊതു ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ പണം, ഇവരുടെ പാർട്ടി ശുപാർശയ്ക്ക് കൊടുത്തിട്ടുള്ള ആ പണം തിരിച്ചു പിടിക്കാനുള്ള ആർജവമെങ്കിൽ കേരള സർക്കാർ കാണിക്കണം. ഇവർ പറയുന്ന വലിയ നഷ്ടമാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാൽ പോരാ, മുൻപിരുന്ന സർക്കാരുകളെ കുറ്റം പറഞ്ഞാൽ പോരാ. ഇപ്പോഴത്തെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്ന് ധവളപത്രം ഇറക്കാനായിട്ട് ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒളിച്ചു കളിച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇവർ പറയുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടായതാണ് കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നാ. ഇവിടെ ഉണ്ടായ പ്രകൃതി ദുരന്തമല്ല കേരളത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം. ഈ കേരളം ഭരിക്കുന്ന ദുരന്തങ്ങളാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാമത്തെ കാരണം. അത് ക്ലിഫ് ഹൗസ് മുതൽ 21 മന്ദിരങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം കേരളം ഭരിക്കുന്ന ഈ ദുരന്തങ്ങളാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കാരണം. അതെ, ശ്രീ PR ശിവശങ്കർ, ഇവിടെ ധനവിനിയോഗത്തിലെ അധിക ചിലവൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം ആദ്യ സമയത്ത് ഈ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി സൗജന്യ കിറ്റ് വിതരണം എപ്രകാരമാണ് നടത്തിയത്, പിന്നെ അത് നിർത്തലാക്കേണ്ടി വന്ന ഗതികേട് അറിയാം. അതുപോലെ തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ വർധനവ്. 600 രൂപ ഉമ്മൻചാണ്ടി നൽകിയെങ്കിൽ ഞങ്ങളിത് 1,600 കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ 5 മാസമായി കൊടുത്തിട്ടില്ല. പിച്ചച്ചട്ടിയുമായി ഓരോരുത്തരും തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥ, ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, മറ്റൊരു വശത്ത് കർഷക ആത്മഹത്യകൾ പെരുകുന്നു. എന്തായാലും അതിനെല്ലാം കേന്ദ്രത്തെ പറഞ്ഞപ്പോഴാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെത്തിയതും കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചതും. എവിടെയൊക്കെയാണ് കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി അഥവാ കിട്ടാനുള്ള കണക്കുകൾ എന്തുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത്, മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതൊന്നും കൃത്യസമയത്ത് കേന്ദ്രത്തിന് സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കണക്കുകൾ വെച്ചപ്പോൾ ആ നുണപ്രചരണങ്ങളൊക്കെ അവിടെ തകിടം മറിഞ്ഞു. ഇപ്പോഴും പക്ഷേ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കേന്ദ്രത്തിന് മാത്രമാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. ധനപ്രതിസന്ധി എങ്ങനെ മറികടക്കും സംസ്ഥാന സർക്കാർ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. എങ്ങനെയായിരിക്കും മറികടക്കുക? ഇത് ഒരുപക്ഷെ ഒന്ന് ഇടിച്ചു നിൽക്കും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? രോണി, തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ സാമ്പത്തിക സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില എവിടെ പോയി ഇടിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും വളരെ ആശങ്കാകുലരാണ്. ഒരു സംശയവുമില്ല, അത് എല്ലാവരെയും ഭയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ സംസ്ഥാന സർക്കാരിന് അതിലൊരു ഭയവുമില്ല, അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് അതിലൊരു ഭയവുമില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന 13,000 ചില്ലാൻ കോടി രൂപ പിരിച്ചു കിട്ടാനുള്ള നികുതി പണം പിരിക്കാത്തതിന്റെ അടക്കമുള്ള കണക്കുകൾ ചോദിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിന് മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്ഥാനത്ത് ലഭിക്കേണ്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തരാമെന്ന് പറഞ്ഞിട്ട് കൂടി മേടിക്കാത്തതുണ്ട്. ഇവർ കിട്ടാത്ത കണക്കിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ 950 ബസ്സുകൾ സംസ്ഥാന സർക്കാരിന് കിട്ടും എന്നായപ്പോൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് പറയുന്നത്? അപ്പോ അത് പ്രത്യേകിച്ച് ഒരു കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ പൂർണ്ണമായി കുറയ്ക്കും, 0 കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ ഉണ്ടാക്കും എന്ന് നമ്മൾ ലോകരാഷ്ട്ര സംഘടനകളുടെ മുമ്പിൽ ഈ ഇത്തവണ G20 മുമ്പിലൊക്കെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം
ഒരു രാജ്യത്തിലെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു സംഭവം, അവിടുത്തെ ഓട്ടോമൊബൈൽ ഇതിന് വേണ്ടിയിട്ട് 4500 ബസ്സുകളുള്ള KSRTCക്ക് വേണ്ടിയിട്ട് 950 ബസ്സുകൾ, ഈ ബസ്സുകൾ നൽകാമെന്ന് പറയുമ്പോൾ അത് എടുക്കുന്നില്ല ഈ സംസ്ഥാന സർക്കാർ. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് CMRലുമായി ബന്ധപ്പെട്ട് KSIDCക്ക് 13% ഷെയർ ഉണ്ട്. പക്ഷെ KSIDC മനസ്സിലാക്കുന്നില്ല CMRലിന്റെ തുക പലരുടെ മകൾക്കും മരുമക്കൾക്കുമായി വിധിച്ചു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ അനാവശ്യമായി മറ്റു പല രാഷ്ട്രീയക്കാർക്കും നൽകുമ്പോഴും അത് ചിലവ് പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയക്കാരെ കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുക്കുകയാണെന്നും അതുകൊണ്ട് ഈ ചെലവ് കൃത്യമായിട്ട് KSIDCക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് വെച്ചാൽ ഇവിടുത്തെ പാവപ്പെട്ട മറിയക്കുട്ടിക്ക് പെൻഷനായി കിട്ടേണ്ട തുകയാണ്, ഇവിടുത്തെ പാവപ്പെട്ട ഓരോ കർഷകനും കിട്ടേണ്ട തുകയാണ്. അപ്പൊ ഈ തുകയാണ് ഇത് ഓരോരുത്തരുടെ മകളും മരുമക്കളും എല്ലാം അടിച്ചു മാറ്റുന്നത് എന്നുള്ളതും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് യഥാർത്ഥത്തിൽ നികുതി പിരിക്കുവാനോ KSIDC പോലുള്ള സ്ഥാപനങ്ങളിലെ ലാഭ വിഹിതം കൃത്യമായി മുതലാളിമാരിൽ നിന്ന് മേടിക്കുവാനോ താല്പര്യമില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലും ഭീതികജനകമായ കാര്യം, ഇതിനെ തടയുവാനായിട്ട് 25 ലക്ഷം രൂപ മുടക്കി ഇന്ന് പുതിയ അഡ്വക്കേറ്റിനെ കൊണ്ടുവരുന്നു. ഇത് സുപ്രീം കോടതിയിൽ വാദിക്കുവാൻ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വാദിക്കുവാൻ. ഇത് ഈ 25 ലക്ഷം രൂപയും പിന്നെ ബാക്കിയുള്ള ചെലവും ഏതാണ്ട് 30 ലക്ഷം രൂപയോളം വരും ഒരു ദിവസം, ഒരൊറ്റ മണിക്കൂർ സിറ്റിങ്ങിന്. ഈ പണം ആരുടെയാണ് പോകുന്നത്? ഇതിവിടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കിട്ടണ്ട, ഇവർക്ക് പെൻഷൻ കിട്ടേണ്ട തുക, ഇവിടുത്തെ കർഷകർക്ക് അരിയുടെ പൈസ, നെല്ലിന്റെ പൈസ കിട്ടേണ്ടത്, ഇതെല്ലാമല്ലേ ഈ പറയുന്ന ഓരോ വക്കീൽമാർക്കും പോകുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ഈ സംസ്ഥാന സർക്കാരിന്റെ അഴിമതി മറച്ചു വെക്കാനായിട്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ തട്ടിപ്പുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുമാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഓരോ അഡ്വക്കേറ്റുമാരെ, വക്കീലുമാരെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊണ്ടുവന്നത്. ഇത് സംസ്ഥാനത്തിന്റെ മറ്റൊരു ദുരിതം. നോക്കൂ, ഇവർ വർഷങ്ങളായിട്ട് പറഞ്ഞത് ഇത്തരം കണക്കുകൾ തെറ്റാണ്. നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. ലൈഫ് പദ്ധതിയിൽ PMA പദ്ധതിയിൽ നമുക്കറിയാം 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അർബൻ പദ്ധതിയിൽ സ്റ്റേറ്റ് കൊടുക്കുന്നത് വെറും 50,000 മാത്രമാണ്. അത് അവിടെ LST അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് മാത്രമാണ് ഇപ്പൊ 2 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് PMAY ഗ്രാമീൺ പദ്ധതിയിലാണെങ്കിൽ 4 ലക്ഷം കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് 52,000 കൊടുക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് 42,000. അവിടെ ഗ്രാമപഞ്ചായത്ത് 70,000 രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000 രൂപ, ജില്ലാ പഞ്ചായത്ത് 98,000 രൂപ. ഇത്തരത്തിൽ കണക്കുകൾ കൊടുത്തിട്ടാണ് അവിടെ 4 ലക്ഷം രൂപ വരുന്നത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിൽ ഇതിലുള്ള ഫണ്ടുകൾ വളരെ ചെറുതാണ്. എന്നിട്ട് അവിടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികളെ മുഴുവൻ PMAY പദ്ധതികളുടെ ഭാഗമാക്കി കാണിച്ചുകൊണ്ട് 2 കണക്കുകൾ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ഒരു സിനിമയിൽ ബിജു മേനോന്റെ കുടിവെള്ള പദ്ധതി അല്ല മഴക്കുഴി പദ്ധതിയുടെ തട്ടിപ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ. അതുപോലെയാണ് ഈ വെള്ളിമൂങ്ങകളെ പോലുള്ള രാഷ്ട്രീയക്കാര് കേരളത്തിൽ മുഴുവൻ മഴക്കുഴി പദ്ധതികളെ പോലെ ഇവിടെ ലൈഫ് മിഷൻ പദ്ധതികളെയും രൂപമാക്കി മാറ്റിയിരിക്കുന്നു, മുഴുവൻ തട്ടിപ്പുകൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ടും CNAG റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നത്. അത്തരം റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടും കള്ളക്കണക്കുകൾ കാണിച്ചുകൊണ്ടും സംസ്ഥാന ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് പണം കിട്ടാനില്ല എന്ന് പറയപ്പെടി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താക്കൾക്ക് ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരുന്നത്. അവർക്ക് കണക്കുകൾ തമ്മിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ കണക്കുകൾ ചോദിക്കുമ്പോൾ ബഹുമാന്യനായ അവിടുത്തെ എക്കണോമിസ്റ്റിനെ പോലും പ്രസാദ് സാറിനെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് അവരെന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുന്നില്ല എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഇവരോട് ചോദിക്കുന്ന കണക്കുകളുടെ ഉത്തരം പറയുവാനോ ഇവരുടെ ചെലവുകൾ കൃത്യമായി പറയുവാനോ എന്തുകൊണ്ടാണ് ഇത്രയേറെ ചെലവുകൾ കൂടുന്നതെന്ന് പറയുവാനോ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താക്കൾക്ക് സാധിക്കുന്നില്ല, മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ സാധിക്കുന്നില്ല. അവർക്ക് നികുതി പിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, പിരിക്കേണ്ട നികുതി മുതലാളിമാരിൽ നിന്ന് പിരിക്കുന്നില്ല. അതുപോലെ കമ്പനികളുടെ നിന്ന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ KSIDC പോലുള്ള സ്ഥാപനങ്ങൾക്ക്, ഇവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പണം തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന ബസ് പോലുള്ള പദ്ധതികൾ പോലും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താതെ മാറ്റിവെക്കുന്നു. ഇവിടുത്തെ സ്വിഫ്റ്റ് എന്നുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ നിരന്തരമായി ആരെയൊക്കെയോ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഢശക്തികൾക്ക് സാമ്പത്തികമായ ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘമായി അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് സംഘമായി മാറിയിരിക്കുന്നു. അവർക്ക് താല്പര്യം ബാങ്ക് കൊള്ളയിലാണ്. ഇപ്പൊ കരിവന്നൂർ ബാങ്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണൂർ ബാങ്കിലേക്ക് കൊള്ളയ്ക്ക് പോയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും CPM കൊള്ളയടിച്ചിരിക്കുന്നു. ഈ സമൂഹത്തെ, ഈ കേരളത്തെ മുഴുവൻ ഒരു സ്റ്റേറ്റ്, ഒരു തകർന്ന സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു. സഹകരണ ബാങ്കുകൾ തകർക്കുക, ഇവിടുത്തെ KSRTC പോലുള്ള സ്ഥാപനം
സ്ഥാപനങ്ങൾ തകർക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുക, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കുക, ഇവയെല്ലാം തകർത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അത്തരത്തിലെങ്കിലും ഇവർക്കൊരു വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുമോ? ഈ ബംഗാളിന്റെ രീതിയിലേക്ക് കേരളത്തെ അധപ്പതിപ്പിക്കുവാൻ ഈ കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് അവസരം കൊടുക്കണമോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ഭരണമാണെങ്കിൽ ഒരു സംശയവുമില്ല, മലയാളികൾക്കും ഇനി പുറത്തു പോയേ ജീവിക്കാൻ പറ്റൂ. ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ വീട്ടുപണി ചെയ്ത് ജീവിക്കേണ്ട ഗതികേടിലേക്ക് വരും. ഒരു സംശയമില്ല. നേരത്തെ ജില്ല പറഞ്ഞതുപോലെ സ്വന്തം ഭാര്യയുടെ പരമല്ല, സ്വന്തം തറവാട് തന്നെ പണയം വെച്ച് കോടികളാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇവർ ഈ 5 വർഷം കൂടുമ്പോൾ സാമ്പത്തികമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധന നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഒരു 25% പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു. മണൽ വാരുമ്പോൾ അതിന്റെ വിഭാഗം പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഫോൺ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ വിഭാഗം പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു. ഈ പറയുന്ന സഹകരണ ബാങ്കിലെ കൊള്ള നടക്കുമ്പോൾ, അവിടെ ലോൺ കൊടുക്കുമ്പോൾ മറ്റ് ജില്ലയിൽ നിന്ന് പോലും ഈ തരത്തിലുള്ള പണം അടിച്ചു മാറ്റിക്കൊണ്ട് ഇവർ കൊള്ള സംഘങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊള്ള സംഘത്തെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കൊള്ള സംഘത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവർ പറയുന്ന കണക്കുകൾ വിശ്വസിക്കരുത്. അവർ നുണ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും കടം മേടിച്ചുകൊണ്ട് ഈ കേരളത്തെ ഒരു സ്റ്റേറ്റിനെ തന്നെ തകർക്കുവാൻ, സാമ്പത്തികമായും സാമൂഹികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും തകർക്കുവാനായിട്ടാണ് ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നത്. ഒരു സംശയമില്ല, അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിയിൽ തുടങ്ങിയിട്ട് പിണറായിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഒരിക്കൽ ഈ അടുത്ത ഭരണത്തോടുകൂടി വരുന്നത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചർച്ചയുടെ സമയം പൂർണ്ണമാവുകയാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം നീങ്ങുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക, ശമ്പള പെൻഷൻ കുടിശ്ശിക, കിഫ്ബി കടം, ഇങ്ങനെ തീർത്താൽ തീരാത്ത കടബാധ്യതയിൽ കേരളം നട്ടം തിരികുകയാണ്. എന്നാലും സർക്കാരിന്റെ ധൂർത്ത് ചിലവുകൾക്ക് ഒരു കുറവുമില്ല. PR വർക്കുകൾ മാത്രം സജീവമാകുമ്പോൾ ഒഴിഞ്ഞ റേഷൻ കടകളും കർഷക ആത്മഹത്യകളും മാത്രമായി സംസ്ഥാനം ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.